നമസ്കാരം. മാധ്യമ സ്വാതന്ത്ര്യവും വിവരാവകാശവും സംരക്ഷിക്കുന്നതിനായി പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയാണ് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് അഥവാ RSF. മെയിലാണ് ഇവർ ഏറ്റവും പുതിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പുറത്തുവിട്ടത്. 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 157. കഴിഞ്ഞ റിപ്പോർട്ടിൽ ഇത് 151 ആയിരുന്നു. മാധ്യമങ്ങൾക്ക് നിഷേധിക്കുന്ന സ്വാതന്ത്ര്യത്തെയും റെയ്ഡിനും അറസ്റ്റിനും വിധേയമാകുന്ന മാധ്യമ പ്രവർത്തകരെയും കുറിച്ചും മാത്രമേ നാം സംസാരിച്ചിട്ടുള്ളൂ. സർവ്വസ്വാതന്ത്ര്യവും ആനുകൂല്യങ്ങളും കൊടുത്തു വളർത്തുന്ന മാധ്യമങ്ങൾ ജനാധിപത്യത്തോട് ചെയ്യുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞു വരുന്നതേയുള്ളൂ. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ പട്ടികയിൽ വീണുകിടക്കുകയാണ് ഇന്ത്യ. പക്ഷേ അതുമാത്രമല്ല ജനാധിപത്യത്തെ തകർക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യ റിപ്പോർട്ടുകളിൽ പെടാത്ത മറ്റൊരു സമാന്തര സംവിധാനമാണ് ഗോദി മീഡിയ. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമ ലോകത്തെ അന്തകവിത്ത്. സ്വതന്ത്ര മാധ്യമങ്ങളെ തകർക്കുന്നതിന് പകരം കൊട്ടാരം മാധ്യമങ്ങളെ വളർത്തി ലക്ഷ്യം നേടാമെന്നത് മാധ്യമ അപജയ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട അധ്യായമാണ്. നമുക്ക് ന്യൂസ് ടൈം ആരംഭിക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഇന്നും മഴ ഭീഷണി ഒഴിയുന്നില്ല. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. പ്രളയ സാധ്യതയുള്ള കുഴൂർ, അന്നമനട മേഖലകളിൽ മന്ത്രിയും ജില്ലാ കളക്ടറും നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ശക്തമായ കാറ്റിൽ മാള, കുഴൂർ മേഖലകളിൽ വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്നും മഴ ഭീഷണി ഒഴിയുന്നില്ല. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കെ 6 ജില്ലകളിൽ രാവിലെ 3 മണിക്കൂർ റെഡ് അലർട്ടും നിലവിലുണ്ട്. തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യത. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഇതിനിടെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ രാവിലെ 3 മണിക്കൂർ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതാണ് മഴ ശക്തമാകാനുള്ള പ്രധാന കാരണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. നാളെയോടെ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. പ്രളയ സാധ്യതയുള്ള കുഴൂർ, അന്നമനട മേഖലകളിൽ മന്ത്രിയും ജില്ലാ കളക്ടറും നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ കുഴൂർ, അന്നമനട ഗ്രാമപഞ്ചായത്തുകളിലെ പ്രളയ സാധ്യതയുള്ള മേഖലകളിൽ മന്ത്രി OJ ജനീഷും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും സന്ദർശനം നടത്തി. പുലർച്ചെ 12 മണിക്ക് ശേഷമാണ് മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിലുള്ള സംഘം പുഴയോര പ്രദേശങ്ങളിലെത്തിയത്. പ്രദേശത്തെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ സംഘം തുടർന്ന് എറണാകുളം ജില്ലയിലെ കണക്കക്കടവ് ഷട്ടറും സന്ദർശിച്ചു. ജലനിരപ്പും ഒഴുക്കിന്റെ സാഹചര്യവും സംഘം പരിശോധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രദേശവാസികൾ എന്നിവരുമായി മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർ കൂടിക്കാഴ്ച നടത്തി. ദുരിതബാധിതരുടെ ആശങ്കകളും ആവശ്യങ്ങളും നേരിട്ട് കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അറിയിച്ചു. പുലർച്ചെ 3 മണിയോടെയാണ് മന്ത്രി ഉൾപ്പെടെയുള്ള സംഘം പ്രദേശത്ത് നിന്ന് മടങ്ങിയത്. മീഡിയ ടൈം, മാള. ശക്തമായ കാറ്റിൽ മാള, കുഴൂർ മേഖലകളിൽ വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു. വീടുകൾക്കും കേടുപാടുകൾ. റോഡിൽ മരം വീണ് ഗതാഗതവും തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിനെ തുടർന്ന് മാള, കുഴൂർ മേഖലകളിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടം. മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണ് വീടുകൾക്കും റോഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മാള, വലിയ പറമ്പ്, സ്നേഹഗിരി ഭാഗത്ത് കൂറ്റൻ മരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് ഫയർ ആൻഡ് റെസ്ക്യൂ സേന സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്തിലെ എരവത്തൂരിൽ കുട്ടിമാക്കൽ വീട്ടിൽ അൻവറിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. അഷ്ടമിശ്ര മാരേക്കാട് മാളിയേക്കൽ വീട്ടിൽ ബോബിയുടെ വീടിന്റെ ഷീറ്റിന് മുകളിലേക്കും തെങ്ങ് വീണു. ഷീറ്റ് തകർന്നു. സംഭവങ്ങളിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മീഡിയ ടൈം, മാള. കനത്ത മഴയിൽ കൊടകരയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. വല്ലപ്പാടിയിൽ 5ഓളം വീടുകളിൽ വെള്ളം കയറി. 3 വീടുകളിൽ നിന്നുള്ള 10ഓളം പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി.
ശക്തമായ മഴയിൽ കൊടകരയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. വല്ലപ്പാടിയിൽ 5ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. വല്ലപ്പാടി കാവനാട് റോഡിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. തയ്യിൽ കുമാരി, കുഴുപ്പുള്ളി ഉണ്ണികൃഷ്ണൻ, കുഴുപ്പുള്ളി സിജിൽ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. തുടർന്ന് വീട്ടുകാരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. 3 വീടുകളിൽ നിന്നായി 10ഓളം പേരാണ് നിലവിൽ ക്യാമ്പിലുള്ളത്. മഴ ഇനിയും ശക്തമായാൽ കൂടുതൽ പേരെ ക്യാമ്പിലേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. മീഡിയ ടൈം, കൊടകര. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 15 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരിയെ പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈതാരം പൊട്ടൻപറമ്പിൽ വീട്ടിൽ ശ്രീജയാണ് അറസ്റ്റിലായത്. കോട്ടുവള്ളി കൈതാരം ശ്രീ മുരളി വീട്ടിൽ ശ്രീദേവി അമ്മയുടെ അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസമാണ് വീട്ടുകാർ സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ലോക്കറിന്റെ പൂട്ട് തുറന്നാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ശ്രീദേവി അമ്മയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിനിടെ ശ്രീജയെ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു. മോഷ്ടിച്ച സ്വർണം പണയം വെച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ ശ്രീജയെ റിമാൻഡ് ചെയ്തു. കേരളത്തെ സംഘപരിവാറിന്റെ കാര്യാലയമാക്കി മാറ്റുന്നതിനായി UDF-ഉം BJP-യും ചേർന്ന് നടത്തുന്ന കൂട്ടുകെട്ടിനെതിരെ ശക്തമായ ജാഗ്രത വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാവ് PK പത്മനാഭന്റെ 67ാം രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് ആളൂർ സൗത്ത്, നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇത് നമ്മുടെ സംസ്ഥാനത്തെ വലതുപക്ഷത്തെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ അന്ന് ജാതിമത ശക്തികളും വലതുപക്ഷവും നടത്തിയ പ്രചാരവേല ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഏരിയ കമ്മിറ്റി അംഗം UK പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, ഏരിയ സെക്രട്ടറി TK സന്തോഷ്, ലോക്കൽ സെക്രട്ടറിമാരായ MC സന്ദീപ്, IN ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സന്ധ്യ നൈസൺ, C ധനുഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്നും മഴ ഭീഷണി ഒഴിയുന്നില്ല. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. പ്രളയ സാധ്യതയുള്ള കുഴൂർ, അന്നമനട മേഖലകളിൽ മന്ത്രിയും ജില്ലാ കളക്ടറും നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ശക്തമായ കാറ്റിൽ മാള, കുഴൂർ മേഖലകളിൽ വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.